നമസ്കാരം. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് കിടക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അടുത്ത അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. തിരുവാഭരണം മുൻ കമ്മീഷണറാണ് അറസ്റ്റിലായിരിക്കുന്നത്. അദ്ദേഹത്തെ ഇഞ്ചക്കലിലെ SIT ഓഫീസിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ദ്വാരപാലക പാളി കടത്തിയ കേസിലാണ് KS ബൈജു, അദ്ദേഹം 7ാം പ്രതിയാണ്. KS ബൈജുവിനെ SIT അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇഞ്ചക്കലിലെ SIT കേന്ദ്രത്തിലേക്ക് ഇദ്ദേഹത്തെ കൊണ്ടുവന്നു കഴിഞ്ഞു. തിരുവാഭരണം മുൻ കമ്മീഷണറാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ 4ാമത്തെ അറസ്റ്റാണ് ഇപ്പോൾ രേഖപ്പെടുത്തുന്നത്. അനന്തരക്ഷം വിവരങ്ങളാണ്. അനന്തൻ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറസ്റ്റ് കൂടി നടക്കുന്നു. എന്തായിരുന്നു KS ബൈജു ഈ കേസിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം? ഈ കേസുമായി ബന്ധപ്പെട്ട് 4ാമത്തെ അറസ്റ്റാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് 4ാമത്തെ അറസ്റ്റാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. അത് ശബരിമല തിരുവാഭരണ കമ്മീഷണറായിരുന്ന KS ബൈജു ആണ് അറസ്റ്റിലായിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരത്തോടെ ശ്രീകാര്യത്തെ പാങ്ങപ്പാറയിൽ അദ്ദേഹത്തിന്റെ ഫ്ളാറ്റിൽ നിന്നാണ് ബൈജുവിനെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇപ്പോൾ ജനറൽ ആശുപത്രിയിൽ വൈദ്യപരിശോധന പൂർത്തിയാക്കി. നേരത്തെ തന്നെ ബൈജുവിന്റെ SITയുടെ ഇഞ്ചക്കൽ ഓഫീസിൽ എത്തിച്ച് ചോദ്യം ചെയ്തിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട് 2019 ദ്വാരപാലക പാളികൾ എടുത്തു കൊടുക്കുമ്പോഴും അതിനൊപ്പം തന്നെ കട്ടളപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുക്കുമ്പോഴും KS ബൈജു ആയിരുന്നു തിരുവാഭരണം കമ്മീഷണറായിരുന്നത്. ഈ കട്ടളപ്പാളി എടുത്തു കൊടുക്കുമ്പോൾ കട്ടളപ്പാളി എടുത്തു കൊടുക്കുന്ന ആ മഹസറുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വലിയ വീഴ്ച KS ബൈജുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. കാരണം ചെമ്പ് എന്ന് രേഖപ്പെടുത്തിയാണ് ആ മഹസറിൽ കട്ടളപ്പാളി കൊടുത്ത് അയച്ചത്. എന്നാൽ അതിനൊപ്പം തന്നെ ഈ ദ്വാരപാലക പാളികൾ കൊടുത്തുവിടുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി അനന്തസുബ്രഹ്മണ്യത്തിന് കൈമാറുമ്പോൾ ഈ ബൈജു അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ള ഗുരുതരമായ വീഴ്ചയും വരുത്തിയിട്ടുണ്ട്. കട്ടളപ്പാളി കേസുമായി ബന്ധപ്പെട്ടാണ് ബൈജുവിനെ പ്രതി ചേർത്തിരിക്കുന്നത്. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് സുപ്രധാനമായ ഒരു അറസ്റ്റിലേക്കാണ് SIT പോയിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറസ്റ്റിന്റെ വിവരങ്ങളാണ് അനന്തരക്ഷം നൽകുന്നത്. KS ബൈജു കേസിലെ 7ാം പ്രതിയാണ് KS ബൈജു. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. 4ാമത്തെ അറസ്റ്റാണ് ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉണ്ടായിരിക്കുന്നത്. ദ്വാരപാലക പാളിയുടെ കൈമാറ്റ സമയത്ത് അതിന്റെ മഹസറിൽ സ്വർണം എന്നത് ഒഴിവാക്കിക്കൊണ്ട് ചെമ്പ് പാളി എന്ന് രേഖപ്പെടുത്തിയത് കൂടിയാണ് ബൈജു ചെയ്തിരിക്കുന്ന കൃത്യവിലോപം. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. ഇഞ്ചക്കലിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഇഞ്ചക്കൽ SITയുടെ പ്രത്യേക കേന്ദ്രത്തിൽ KS ബൈജുവിനെ എത്തിച്ചിരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട അറസ്റ്റുകൾ ഇന്നലത്തെ ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെ ഹൈക്കോടതി ഈ കേസന്വേഷണവുമായി ബന്ധപ്പെട്ട് നടത്തിയ നിരീക്ഷണങ്ങൾക്ക് പിന്നാലെ പ്രധാനപ്പെട്ട ചില അറസ്റ്റുകൾ ഉണ്ടാകുമെന്ന് സൂചനകളുണ്ടായിരുന്നു. അതിൽ ആദ്യത്തെ അറസ്റ്റ്, മൊത്തം കേസിലെ 4ാമത്തെ അറസ്റ്റ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നു. KS ബൈജു ആണ് ഇപ്പോൾ SITയുടെ കസ്റ്റഡിയിൽ ഉള്ളത്. അദ്ദേഹത്തെ ഇഞ്ചക്കലിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. 4ാമത്തെ അറസ്റ്റ് തിരുവാഭരണം മുൻ കമ്മീഷണറാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ ഇതിന്റെ മറ്റൊരു സ്ഥാനത്ത് നിന്ന് KS ബൈജു രാജിവെച്ച് ഒഴിഞ്ഞിരുന്നു. അതായത് ഈ ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിന് പിന്നാലെ ഇതിൽ ആരോപണ വിധേയനായതോടുകൂടി തിരുവിതാംകൂർ ദേവസ്വം സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന ഖജാൻജിയായിരുന്നു KS ബൈജു. അദ്ദേഹം ഒക്ടോബറിൽ ആ സ്ഥാനം ഒഴിയുകയും ചെയ്തിരുന്നു. അനന്തരക്ഷം തുടരുന്നുണ്ട്. അനന്തൻ, KS ബൈജു കൂടി വരുന്നതോടുകൂടി ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ഓരോരുത്തരായി SITയുടെ കസ്റ്റഡിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ. ഇന്നലത്തെ ഹൈക്കോടതിയുടെ ഉത്തരവെന്നത് വളരെ രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് കോടതി കാര്യങ്ങളെ വിലയിരുത്തുകയും പലരിലേക്കും അല്ലെങ്കിൽ പലരുടെയും ഇതിലെ ഇടപെടലിനെ കുറിച്ച് സൂചിപ്പിക്കുകയും ഉണ്ടായത്. ഇനിയും അറസ്റ്റുകൾ പ്രതീക്ഷിക്കണമെന്ന് തന്നെയാണോ? ഇദ്ദേഹത്തെ ഉടനടി കസ്റ്റഡിയിൽ വാങ്ങാനാണോ അതോ റിമാൻഡ് ചെയ്യാനാണോ സാധ്യത? ഈ KS ബൈജുവിനെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം ഇരുത്തി ചോദ്യം ചെയ്യും. അതിനുശേഷം നാളെ റാന്നി കോടതിയിൽ ഹാജരാക്കും. ഒരുപക്ഷെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള സാധ്യതയാണ് കാണുന്നത്. കാരണം കൂടുതൽ കാര്യങ്ങൾ ഈ KS ബൈജുവിൽ നിന്ന് അറിയാനുണ്ട്. ഈ ദ്വാരപാലക പാളികൾ, കട്ടളപ്പാളി, വാതിൽ അടക്കമുള്ള ഉരുപ്പടികളുടെ കസ്റ്റോഡിയനായിരുന്നു 2019 KS ബൈജു ആണ് ഈ കട്ടളപ്പാളിയിൽ ചെമ്പ് ആണ് എന്ന് മഹസറിൽ രേഖപ്പെടുത്തി ഗുരുതരമായ വീഴ്ച വരുത്തി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും സംഘത്തിനും എടുത്തു കൊടുത്തത്. അതേ തുടർന്ന് ദ്വാരപാലക പാളികൾ എടുത്തു കൊടുക്കുമ്പോൾ അത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കല്ല കൊടുത്തത്, പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കായിരുന്നു നേരിട്ട് കൊടുക്കേണ്ടിയിരുന്നത്. പക്ഷേ പകരം കൊടുത്തത് അയാൾ നിയോഗിച്ച അനന്തസുബ്രഹ്മണ്യത്തിനാണ്. അതിൽ ആ അഴിച്ച് കൊടുത്തുവിടുന്ന സമയത്ത് തിരുവാഭരണം കമ്മീഷണർ ആയ KS ബൈജു അവിടെ ഉണ്ടായിരുന്നില്ല എന്ന ഗുരുതരമായ വീഴ്ച കൂടി വരുത്തിയിരുന്നു. അപ്പോൾ ഈ രണ്ട് സംഭവങ്ങളിലും KS ബൈജുവിന് കൃത്യമായ പങ്കുണ്ട്. അത് ആര് പറഞ്ഞിട്ടാണ് ഈ രീതിയിൽ ചെയ്തത് എന്ന് KS ബൈജുവിന് SITക്ക് മുൻപാകെ
പറയേണ്ടി വരും. അപ്പോൾ ആ നിർണായകമായ വിവരങ്ങൾ KS ബൈജുവിൽ നിന്ന് ലഭിക്കേണ്ടതുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ സംബന്ധിച്ചുള്ള ചോദ്യങ്ങളാണ് KS ബൈജുവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നത്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇന്ന് ഈ SITയുടെ ഓഫീസിൽ വൈകുന്നേരം നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണിക്കുന്നത് മാതൃഭൂമി ന്യൂസ് ഏതാണ്ട് 1 മണിക്കൂർ മുമ്പ് SITയുടെ ഓഫീസിൽ നിന്നെടുത്ത ദൃശ്യങ്ങളാണ്. അപ്പോൾ ആ ദൃശ്യങ്ങൾ എടുക്കുന്ന സമയത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഈ മുറിയിലേക്ക് കൊണ്ടുവരികയും രണ്ടുപേരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഈ SIT സംഘം ഈ KS ബൈജുവുമായി പുറത്തേക്ക് പോയത്. ദിവിഷ്.